മദീനയിലെ തെരുവുകളിൽ ജീവിച്ചിരുന്ന 100-ലധികം വരുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അതൊരു അത്ഭുത പ്രതിഭാസമായിരുന്നു. എല്ലാ ദിവസവും പുലർച്ചെ അവർ ഉണർന്ന് വാതിൽ തുറക്കുമ്പോൾ ഒരു അത്ഭുതം അവരെ കാത്തിരിക്കുമായിരുന്നു. അവരുടെ വീട്ടുപടിക്കൽ ഒരു ചാക്ക് ഗോതമ്പോ ഭരണി കണക്കിന് എണ്ണയോ മറ്റു സാധനങ്ങളോ ഇരിക്കുന്നുണ്ടാകും. ആരാണിത് കൊണ്ടുവയ്ക്കുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. കാരണം നഗരം മുഴുവൻ കടുത്ത ഉറക്കത്തിലായ അർദ്ധരാത്രി സമയത്താണ് ഈ അജ്ഞാതൻ വന്നിരുന്നത്. വർഷങ്ങളോളം ഇത് തുടർന്നു. മദീനയിലെ പാവങ്ങൾ സ്നേഹത്തോടെയും ആദരവോടെയും അദ്ദേഹത്തെ ഒരു പേര് വിളിച്ചു: മദീനയിലെ അജ്ഞാതനായ കാവൽക്കാരൻ. തങ്ങൾക്ക് വിശപ്പകറ്റാൻ ഭക്ഷണം നൽകുന്ന ആ കാരുണ്യവാനായ മനുഷ്യനു വേണ്ടി അവർ എന്നും പ്രാർത്ഥിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഒടുവിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചുമകനായ മഹാനായ ഇമാം ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കുളിപ്പിക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നവർ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. അദ്ദേഹത്തിന്റെ മുതുകിലും തോളിലും കറുത്ത വലിയ തയമ്പുകൾ വീണിട്ടുണ്ടായിരുന്നു. വലിയൊരു ഭാരം സ്ഥിരമായി ചുമലിൽ ചുമന്നതുപോലെയാണ് അത് കാണപ്പെട്ടത്. കൂടെ ഉണ്ടായിരുന്നവർ അത്ഭുതത്തോടെ ചിന്തിച്ചു: മദീനയിലെ ഏറ്റവും മാന്യനും ബഹുമാന്യനുമായ നേതാവായിരുന്ന അദ്ദേഹം എപ്പോഴാണ് ഇത്രയും വലിയ ഭാരങ്ങൾ ചുമന്നത്? എന്നാൽ അതിലും വലിയ അത്ഭുതം അടുത്ത ദിവസം പുലർച്ചെയാണ് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷമുള്ള ആദ്യത്തെ പുലർച്ചെ മദീനയിലെ ആ 100-ലധികം വരുന്ന പാവപ്പെട്ട കുടുംബങ്ങളുടെ വീട്ടുപടിക്കൽ ഭക്ഷണപ്പൊതികൾ എത്തിയില്ല. അടുത്ത ദിവസങ്ങളിലും അത് തുടർന്നപ്പോഴാണ് ജനങ്ങൾക്ക് ആ സത്യം മനസ്സിലായത്. തങ്ങൾക്ക് വർഷങ്ങളായി അർദ്ധരാത്രിയിൽ ആരും കാണാതെ തോളിൽ ചുമന്ന് ഭക്ഷണം എത്തിച്ചിരുന്ന ആ അജ്ഞാതൻ മറ്റാരുമല്ല, മരണപ്പെട്ട ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. തൻ്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയരുത് എന്ന അത്രയും രഹസ്യമായിട്ടായിരുന്നു അദ്ദേഹം ആ നന്മകൾ ചെയ്തിരുന്നത്. നന്മകൾ ചെയ്യുമ്പോൾ അത് ആളുകൾ കാണാനോ പ്രശംസിക്കാനോ വേണ്ടിയാകരുത്. നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ തികച്ചും ആത്മാർത്ഥവും ദൈവപ്രീതി മാത്രം ലക്ഷ്യം വെച്ചുള്ളതുമായിരിക്കണം എന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു.